നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വെഞ്ഞാറമൂട്ടിൽ നിന്ന് വരുന്ന ആ നടുക്കിയ വാർത്തയുടെ ഞെട്ടിൽ നിന്നും ഇതുവരെയും നമ്മൾ കരകയറിയിട്ടില്ല. വെഞ്ഞാറമൂട്ടിൽ ഉണ്ടായ ആ കൂട്ട കൊലപാതകത്തിന്റെ കാരണം തേടി ഇപ്പോഴും പോലീസ് ഈ 48 മണിക്കൂറും നടക്കുകയാണ്. എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്നതിന്റെ ചുരുൾ ഇനിയും അഴിയേണ്ടതുണ്ട്. സത്യത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളി വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തത്, ഈ ഒരു വിഷയം റിപ്പോർട്ട് ചെയ്യാനായി ആ സ്ഥലത്ത് പോയി റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ റിപ്പോർട്ടർ പ്രതിനിധി മേഘയാണ്. മേഘയോട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയാം. മേഘ, കഴിഞ്ഞ ദിവസം എല്ലാ ചാനലും മാധ്യമങ്ങളും അവിടെ പോയിരുന്നു. എനിക്കൊന്നും മേഘയ്ക്ക് ആദ്യമായി ലഭിച്ചത് ആ വീട്ടിലുണ്ടായിരുന്ന വീട്ടിൽ മുമ്പ് ജോലി ചെയ്തിരുന്ന ആ ചേച്ചിയുടെ ഒരു പ്രതികരണം ലഭിച്ചിരുന്നു. എങ്ങനെയാണ് സത്യത്തിൽ ആ ഒരു ചുറ്റുപാടിന്റെ ഒരു സാഹചര്യം നമുക്കറിയാം. വളരെ കണ്ണീരടങ്ങാൻ സാധിക്കാത്ത അനവധി ബന്ധുക്കളുണ്ട്. അവരുടെ ബൈറ്റുകൾ നിരവധി കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു ആ സത്യത്തിൽ ആ വീട്ടിലുണ്ടായിരുന്ന ആ ചേച്ചി പറഞ്ഞ കാര്യം? നമുക്ക് ഇതിൽ പ്രധാനമായിട്ടുണ്ടല്ലോ, ഈ ഒരു കേസ് കവർ ചെയ്യാൻ പോകുമ്പോൾ നമ്മള് ഒരു എക്സ്പെക്ട് ചെയ്യുന്ന സാധനം വെച്ചാൽ ഈ നാട്ടിലെ ഏറ്റവും തലതെറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ മുമ്പ് ഉണ്ടാക്കിയ ഒരാളായിരിക്കാം ഇതിന് പിന്നിൽ എന്നുള്ള ഒരു രീതിയിലാണ്. കാരണം അത്രമാത്രം ക്രൂരമായിട്ടാണ്, അതും സ്വന്തം അനിയനെ പോലും, അനിയൻ എന്നൊക്കെ പറയുന്നത് സുഹൃത്തിനേക്കാൾ ഉപരി, ഇപ്പം ആ കുട്ടിയും അനിയനും തമ്മിൽ നല്ല പ്രായ വ്യത്യാസം. അതുകൊണ്ട് തന്നെ അനിയനേക്കാൾ ഉപരി ഒരു മകനെ പോലെ കൊണ്ടു നടക്കുന്ന, നാട്ടുകാർ മൊത്തം പറയുന്ന അങ്ങനെ കൊണ്ടു നടക്കുന്ന കുഞ്ഞിനെ അടക്കം കൊന്ന ഒരു കേസാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ അവിടെ പോകുന്നത്, ഇവനെ കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് കണ്ടത് ഈ വീട്ടില് ഹെൽപ്പ് ചെയ്യുന്ന, ഇപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്, മുൻപ് എന്നല്ല ഇപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം പോലും ഈ ആന്റീനെ ഇവനും ഇവന്റെ ഉമ്മയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞത് നോമ്പ് വരാൻ പോവാണല്ലോ, അപ്പം നോമ്പിന് വേണ്ടി നാളെ വരണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഈ സ്ത്രീ നാളെ അവിടെ പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുമ്പോഴാണ് വെഞ്ഞാറമൂട് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്നറിയുന്നത്. അപ്പോഴും ഇവര് പ്രതീക്ഷിക്കുന്നില്ല അത് അവിടെയാണെന്ന്. ഒന്നാമത്തെ കാര്യം, ഇവര് പറയുന്നത് ഇവരെ മക്കളെക്കാൾ സ്നേഹം ഈ അഫാനും സഹോദരനൊക്കെ നൽകിയിരുന്ന. അത് ഇപ്പം നോർമലി നമ്മൾ ആരും മക്കളെക്കാൾ സ്നേഹം എനിക്ക് അവിടുന്ന് കിട്ടുന്നുണ്ടെന്ന് പറയില്ലല്ലോ, എന്റെ മക്കളെ പോലെ എന്നല്ലേ പറയുള്ളൂ. പക്ഷെ ഈ ഒരു ആ വീട്ടില് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു അമ്മ പറയാണ്, എന്റെ മക്കളെക്കാൾ സ്നേഹമാണ് അവരെനിക്ക് അവിടുന്ന് തന്നത്. അപ്പൊ തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയൊരു സംശയം, ഇങ്ങനെയൊക്കെ നടന്ന ഈ ഏറ്റവും നല്ലവനാണ് എന്ന് പറയുന്ന അഫാൻ എന്തിനിത് ചെയ്തു എന്നുള്ളത്. അഫാൻ പറയുന്ന ഓരോ മൊഴിയും പരസ്പര വിരുദ്ധം ആയിട്ടുള്ള ഒരു സംഭവമാണ്. പോലീസിന് പോലും തെളിവുകൾ കിട്ടിയിട്ടും എന്തിനാണ് അഫാൻ ഇത് ചെയ്തതെന്ന് വ്യക്തമാകുന്നില്ല. അഫാൻ ഇപ്പൊ പറയുന്ന കാര്യങ്ങളല്ല പിന്നെ പറയുന്നത്, ആദ്യം പറഞ്ഞ കാര്യങ്ങളല്ല പറയുന്നത്. അത് ഭയങ്കര കൺഫ്യൂഷനാണ് നമുക്കും. അത് പലരും പറയുന്നത്, എല്ലാവർക്കും ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്, അവൻ മോശക്കാരനല്ല, അവൻ നല്ലവനാണ്, ചിരിച്ചുകൊണ്ടേ കാണുള്ളൂ, ചിരിച്ചുകൊണ്ടേ സംസാരിക്കാറുള്ളൂ. അതെ, ഇപ്പം ഒരു നാട്ടില് ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഒരാളെങ്കിലും വെറുതെ ഒരാവശ്യമില്ലാണെങ്കിലും മോശം പറയുന്ന ഒരു രീതിയാണല്ലോ. അങ്ങനെ പോലും ഒരാളും പറയുന്നില്ല. മൈക്കിന് മുന്നിൽ പറയുന്നവരാണെങ്കിലും ക്യാമറ ഇല്ലെങ്കിലും പ്രതികരിക്കുമ്പം അവര് പറയുന്നത് അതാണ്. ഇപ്പം ചിലരൊക്കെ നമുക്ക് ബൈറ്റ് തരാൻ മടിയുണ്ടെങ്കിലും ഇങ്ങനെ പറയും, അവര് പണ്ടേ ഇത്തരത്തില് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, മോശക്കാരനായിരുന്നു, അങ്ങനെയുള്ള രീതിയിലൊക്കെ പറയും. അങ്ങനെ പോലും, അതായത് ക്യാമറയ്ക്ക് മുന്നിലല്ലാതെ പോലും ഇവൻ മോശക്കാരനായിരുന്നില്ല. അതാണ് ഇവിടെ ഏറ്റവും വലിയ സംശയം, ഇവൻ എന്തിനത് ചെയ്തു എന്ന്. അതായത് ഇപ്പോ ഒരു കമന്റ് ഇപ്പോൾ സ്ഥിരം വരുന്നുണ്ട്, അപ്പോൾ കൊന്നവരല്ല, അപ്പോൾ ഈ മരിച്ചവരാണ് എല്ലാവരും മോശക്കാരാണ് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരു ഇതുണ്ട്. ആ ഒരു കമന്റ് പറയുമ്പോഴും നമുക്ക് അത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഈ അഫാന് സാമ്പത്തിക ബാധ്യത ഉണ്ടായത് കൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയതെന്ന് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. പക്ഷെ സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ അഫാൻ ഒരു ബുള്ളറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു കാർ ഉണ്ടായിരുന്നു. അപ്പം ചെറിയ എന്തൊക്കെയോ കടമുണ്ടായിട്ട് ഈ കാർ വിറ്റു എന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെയുള്ള അഫാന്റെ 23 വയസ്സുള്ള കുട്ടിക്കുള്ള ബാധ്യത എന്ന് പറയുന്നത്, ഒരു വണ്ടി എടുത്തു, അതിന് EMI അടയ്ക്കണം. ഒന്നുമില്ലെങ്കിലും ഈ ഡെലിവറി ബോയ് ആയിട്ട് പോകുന്നവർക്ക് വേറൊരു ജോലി നോക്കാണ്ട് അത് മാത്രം ഫോക്കസ് ചെയ്യുന്നവർക്ക് അവരുടെ EMI എന്തായാലും അടച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അതുപോലെയൊക്കെ ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു സാമ്പത്തിക ബാധ്യത, ഇപ്പൊ എല്ലാവരും സെറ്റിൽ ആയിട്ടുള്ള ആളുകളൊന്നുമല്ല, എല്ലാവർക്കും കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ അഫാനെ കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും. കാരണം വിദ്യാഭ്യാസമുണ്ട്, ഏറ്റവും നല്ല കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ജോലി കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, പാർട്ട് ടൈം പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇതിന് പിന്നിലെ കാരണം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവന്റെ
ഉപ്പായുടെ സഹോദരനെയും ഭാര്യയെയും കൊന്നിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതലായി പുറത്തു വരുന്നത് 8 വർഷം മുൻപ് ഈ അഫ്ഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത വരുന്നുണ്ട്. അത് മൊബൈൽ ഫോൺ വാങ്ങി നൽകാത്തതിന്റെ പേരിലാണ് ആത്മഹത്യക്ക് ശ്രമം നടത്തിയതെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു ഘട്ടത്തിൽ അഫ്ഫാൻ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മൊഴി നൽകിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നത്, അതായത് ഇയാൾ പറയാണ്, അമ്മയും ഞങ്ങൾ എല്ലാവരും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു, എന്നാൽ അമ്മ പിന്നീട് അതിൽ നിന്നും പിൻവാങ്ങി, അതിന്റെ ദേഷ്യത്തിൽ അതിന്റെ വൈരാഗ്യത്തിലാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മൊഴികൾ, വ്യത്യാസങ്ങൾ, വൈരുദ്ധ്യം ഒക്കെ ഉണ്ടാകുന്നുണ്ട്. സാമാന്യം നമ്മൾ വെളനാടുണ്ടായ ആ ഒരു അച്ഛനെ മകൻ വെട്ടിക്കൊന്ന ആ ഒരു വിഷയം തിരുവനന്തപുരത്ത് നിന്നും ഒന്ന് വിട്ടു മാറിയിട്ടില്ല. ഒരു ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വാർത്ത വരുന്നത്, അല്ലെ? അപ്പോൾ അന്ന് അവിടെ പോയി റിപ്പോർട്ട് ചെയ്ത ആളാണ്. അപ്പോൾ അന്ന് നമ്മൾ കണ്ടതാണ് വലിയൊരു വീടിനകത്ത് നടക്കുന്ന സംഭവത്തെ കുറിച്ച് ആർക്കും ഒന്നും അറിയാത്ത സാഹചര്യം. ഇവിടെയും ഏകദേശം അതുപോലെ തന്നെ സമാനമായ രീതി തന്നെയല്ലേ തോന്നുന്നത്? അതെ, അഫ്ഫാൻ ഇതൊരു പ്ലാൻഡ് മർഡർ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേന്ന് ചോദിച്ചതല്ല. ആ ഒരു അന്തരീക്ഷമാണ്. കാരണം ജാഫാന്റെ പിതാവിന് കടമുണ്ട്. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അവിടെ 75 ലക്ഷത്തോളം രൂപ കെട്ടിവെച്ചാൽ മാത്രമേ തിരിച്ചു വരാൻ പറ്റുകയുള്ളൂ. അത് അഫാന്റെ ഈ സഹോദരി, ഈ അഫാൻ കൊലപ്പെടുത്തിയ പിതാവിന്റെ സഹോദരനും ഭാര്യയുടെയും ഒക്കെ ഒരു ബന്ധുവിനെ നമ്മൾ കണ്ടിരുന്നു, ഈ സഹോദരിയുടെ ബ്രദർ. അപ്പം ആള് പറയുന്നത്, ഞാൻ ചോദിച്ചു അഫാൻ ഇങ്ങനെ ചെയ്തത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നുണ്ട്, അപ്പൊ അതിനോട് എന്താ പ്രതികരിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, എന്ത് ബുദ്ധിമുട്ടാണ് അവനുള്ളത്? അവന് യാതൊരുവിധ കടവുമില്ല. ഒരു വണ്ടി എടുത്തിട്ടുണ്ട്, EMI അടയ്ക്കണം, അതല്ലാതെ അവന് യാതൊരുവിധ കടവില്ല. അവന്റെ ബാപ്പാക്ക് കടവുണ്ട്, അതിന് ഇവൻ തല കൊടുക്കേണ്ട ആവശ്യമില്ല. കൃത്യമായി എല്ലാം ചെയ്യുന്ന ഒരാളാണ്. കുടുംബം നോക്കാതെയോ കടം തീർക്കാതെയോ നടക്കുന്ന ഒരാളല്ല. കടം എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടി ശ്രമിച്ചോണ്ട് 7 വർഷമായിട്ട് ദുബായിൽ ജീവിച്ചോണ്ടിരിക്കുകയാണ്. 7 വർഷമൊക്കെ വീട്ടിൽ വരാതെ ജീവിക്കുക എന്ന് പറയുമ്പോൾ അത്രമാത്രം അദ്ദേഹം അവിടെ കഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പം അദ്ദേഹത്തിന്റെ കടം അഫ്ഫാനെ ഒരിക്കലും ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കേണ്ട, 5-6 പേരെ കൊന്നിട്ട് തീർക്കാനുള്ള ഒരു സാഹചര്യം എന്തായാലും അവിടെ ഇല്ല. കടമുണ്ടാകാം, പക്ഷെ അങ്ങനെ ചെയ്യേണ്ട സാഹചര്യം അവിടെ ഇല്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കൊലപാതകമാണ്. ഇപ്പം ഇവൻ ഉൾപ്പെടെ മരിക്കാനായിരുന്നു തീരുമാനിച്ചതെങ്കിൽ, ഇപ്പം അനിയന് കുഴിമന്തി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. കുഴിമന്തി വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്, അതിൽ വിഷം കലർത്തിയാണ് അഫാൻ മരിക്കാൻ തീരുമാനിച്ചതെന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചികിത്സയിലാണ്, നിരീക്ഷണത്തിലാണ്. അങ്ങനെയാണെങ്കിൽ അഫാന് ആ വിഷം കലർത്തിയ ഫുഡ് ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാമായിരുന്നു. അതായത് കടബാധ്യതയായിരുന്നു പ്രൊമോട്ട് ചെയ്യല്ല എങ്കിൽ പോലും അങ്ങനെ ചെയ്യാമായിരുന്നു. സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. അപ്പൊ സാധാരണഗതിയിൽ പക്ഷെ നമ്മൾ ഇത്രയും നാളത്തെ ഒരു വാർത്തകൾ വരുന്നതും ഇത്രയും നാളും നമ്മൾ കേട്ടറിഞ്ഞിട്ടുമായ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്, ഒരു മോഡ് ഓഫ് ഓപ്പറേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ മൃതശരീരമൊക്കെ തന്നെ വികൃതമാകുന്ന ഒരു കാര്യം. അതായത് ദൃക്സാക്ഷികൾ പലരും പറയുന്നുണ്ട്, ആ പെൺകുട്ടിയുടെ മൃതശരീരം കണ്ട ഒരു ദൃക്സാക്ഷി കഴിഞ്ഞ ദിവസം നമുക്ക് മാധ്യമങ്ങൾക്ക് ബൈറ്റ് തന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, തലയിൽ ഒരു വലിയ കുഴിയാണ്. ഈ ഒരു നടുഭാഗത്തായിട്ട് ആ പെൺകുട്ടിയുടെ തലയിൽ ഒരു വലിയ കുഴിയാണ്. എങ്ങനെയാണ് സ്നേഹിച്ചൊരു പെൺകുട്ടിയോട് ഇങ്ങനെ തല ഇത്രയും അടിച്ചു പൊളിക്കാൻ പോലും, തലയോട്ടി പിളർത്തി കൊല്ലാൻ സാധിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതാണ്, മൃഗീയമായിട്ടാണ് ഇവരെ 6 പേരെയും കൊല്ലാൻ ശ്രമിച്ചത്. ഉമ്മയെ സംബന്ധിച്ച് ഉമ്മയായിട്ടാണ് അഫാൻ ആദ്യം പ്രശ്നത്തിലായതെന്നാണ് തോന്നുന്നത്. കാരണം വീട് മുഴുവൻ വലിച്ചു വാരിട്ടിരിക്കുകയാണ്. ഈ ഉമ്മയുടെ തല ചുമരിൽ ഇങ്ങനെ അടിച്ചു എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് ആ റൂം ഉണ്ടായിരുന്നത്. അഫാൻ കരുതി കാണണം ഉമ്മ മരിച്ചു എന്ന്. അതുകൊണ്ടാണ് ഉമ്മയെ പൂട്ടി പുറത്തിറങ്ങി ഈ കാമുകയെ വിളിച്ചു കൊണ്ടുവന്ന, വീട്ടിൽ ആരുമില്ല, അതുകൊണ്ട് നീ തൽക്കാലം മുകളിലിരിക്കുക എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ആ കുട്ടീനെ അങ്ങോട്ട് വിളിച്ചു. ഈ സമയം കഴിഞ്ഞ ദിവസം CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇളയ മകൻ അർഫാനെ നമുക്ക് ജീവനോടെ ആ സമയത്താണ് കാണാൻ സാധിച്ചത്. അർഫാൻ കുഴിമന്തി വാങ്ങാനായി സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് വരുന്നത്. ആ സമയത്തായിരിക്കും ഒരു പക്ഷേ അർഫാനെ അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം അർഫാൻ ഈ ഫർഹാനെ ഇവിടേക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു. അതാണ് മുകളിലത്തെ നിലയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഈ പെൺകുട്ടിയെ മുകളിൽ ഇരുത്തുന്നു. അതിനുശേഷമാണ് ഈ കുട്ടി വന്നിട്ട് ഇവിടെ ഉമ്മാനെ കാണുന്നില്ലല്ലോ എന്നുള്ള തെരച്ചില്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ വീട്ടിലൊക്കെ ആരും ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ചോദിക്കുമല്ലോ. അങ്ങനെയാണ് അയൽവാസിന്റെ വീട്ടിൽ പോയിട്ട് ഉമ്മായെ കാണുന്നില്ല എന്ന് പറയുന്നു. ഉമ്മായെ വിളിക്കുന്നു. അവിടെ നിന്ന് വിളിച്ചു കൊടുക്കുമ്പോ ഫോൺ എടുക്കുന്നത് അഫാനാണ്. അപ്പൊ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഞാൻ വരാം, ഞാൻ അവനെ വിളിക്കാം. സ്വാഭാവികമായിട്ടും ആ കുഞ്ഞിനെ സ്വന്തം മകനെ പോലെ കൊണ്ട് നടക്കുന്ന ഒരാള് ഞാൻ വരാ എന്ന് പറയുമ്പം അയൽവാസികൾക്കും സംശയിക്കാനൊന്നുമില്ല. പ്രത്യേകിച്ച് ആ വീട്ടിൽ നിന്ന് യാതൊരുവിധ
സൗണ്ടുകളും പുറത്തു വന്നിട്ടില്ല. രാവിലെ ഈ അഫാനെ കണ്ട ആളുകൾക്ക് ഒന്നും തന്നെ ഇവന്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസം പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഒന്നും സംശയിക്കാനില്ല. പ്രത്യേകിച്ച് നല്ല പിള്ളയാണ് എന്ന് നാട്ടുകാർ കരുതുന്ന ഒരാള്. അങ്ങനെയാണ് ഈ കുട്ടിയും കൂട്ടി ഈ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ വെച്ചിട്ട് ആ വീട്ടിലുണ്ടായിരുന്ന 3 പേരെയും കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്തതുപോലെ കൊന്നു. അതും തലയ്ക്ക് ഇപ്പം ആ സമയത്ത് അവന് തോന്നിയ ഒരു വിഭ്രാന്തിയാണെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ വെച്ചാൽ ഒരടിക്ക് കൊല്ലുമായിരിക്കും, അല്ലെങ്കിൽ കഴുത്ത് അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കേട്ടെ. ഇത് അങ്ങനെയല്ല. തല ഈ ദേഷ്യം തീരുന്നവരെ അടിക്കാന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ അടിക്കുന്നു. പോരാത്തതിന് അനിയന് കണ്ണില്ല. ഈ പെൺകുട്ടിയുടെ ഇവിടെയൊക്കെ തുളഞ്ഞു കയറിയിരിക്കുകയാണ്. അപ്പം എല്ലാ പ്രശ്നങ്ങൾക്കും ഒപ്പം നിന്ന അമ്മ, അതുപോലെ തന്നെ ഈ പെൺകുട്ടിയും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ പലപ്പോഴും പണം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് ഒപ്പം നിന്നതായിരുന്നു ഇവർ ചെയ്ത ഒരു തെറ്റ് എന്ന് ചോദിക്കാൻ, അതാണ് പലരും ചോദിക്കുന്നത്. കാരണം ഒപ്പം നിന്നവരെ ഇപ്പം തരില്ല എന്ന് പറയുന്ന ഒരാളെടുത്ത് ഒരു പകയുടെ പേരിൽ കൊല്ലാം. പക്ഷെ ഇത് പക പോലും ഇല്ലാതെ സ്നേഹിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്തവരെ എന്തിനു കൊന്നു? ഏറ്റവും കൂടുതൽ മൊഴി വരുമ്പോൾ എനിക്ക് തോന്നുന്നു മുത്തശ്ശിയെ കൊല്ലുവാനും അതുപോലെ തന്നെ മാമന്റെ ഭാര്യയെ കൊല്ലുവാനുമുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് അതിലൊരു പകയുണ്ട് എന്ന് പറയുന്നത്. അതായത് അതിൽ പകയുണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുമെങ്കിലും ഈ ബാപ്പായുടെ സഹോദരൻ എന്ന് പറയുന്നത് ഇവരെ ആരെയും സഹായിക്കാത്ത ഒരാളല്ല. ഈ പിതാവിന് നിരവധി കടമുണ്ടായിരുന്നു. ആ കടത്തിലൊക്കെ ഹെൽപ്പ് ചെയ്ത ഒരാള് ഈ സഹോദരനാണ്. അതായത് സ്വന്തം ബാപ്പായെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിച്ച ഒരാളെ എന്തിനു പകവെച്ച് കൊല്ലണം? പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സൈനികനായിരുന്നു. അതുകൊണ്ട് ഫിസിക്കലി നല്ല സ്ട്രോങ് ആണെന്ന് തന്നെയാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. അപ്പം അഫാൻ അത്തരത്തിലൊരു അപ്രോച്ച് എടുക്കും എന്ന് ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് അഫാനെ ഒന്നും എതിർത്ത് നിൽക്കാൻ പറ്റാത്ത ഒരാളല്ല അദ്ദേഹം എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പം അഫാൻ ഇത് സ്നേഹം നടിച്ച് എല്ലാവരും അങ്ങ് തീർത്തു കളഞ്ഞു എന്നുള്ളതാണ്. അതാണ് പലരും ചോദിച്ചത്. കാരണം കിലോമീറ്ററുകൾ ഏകദേശം കുറഞ്ഞത് ഒരു 13 കിലോമീറ്റർ എങ്കിലും 23 ഒക്കെ കിലോമീറ്റർ എങ്കിലും ചുറ്റളവുണ്ട് ഈ ഒരു 3 വീടുകൾക്കായി. അപ്പോൾ ഈ യാത്രകളിൽ പോലും ഒരു രണ്ടാമതൊരു ചിന്ത ഞാനത് ആലോചിച്ച് ഇപ്പം നമ്മള് ഫസ്റ്റ് ഈ അഫാന്റെ വീട്ടിൽ പോണോ, അവിടെ നിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സഹോദരന്റെ വീടാണ് എടുത്തുള്ളത്, അഫാന്റെ പിതാവിന്റെ സഹോദരന്റെ വീട്, അവിടത്തേക്കാണ് രണ്ടാമത് പോകുന്നത്. അപ്പം അവിടെ പോകുമ്പോൾ ഒരു 10-15 മിനിറ്റ് ഞാൻ വണ്ടിയിലിരിക്കും. അപ്പൊ ഞാൻ വിചാരിക്കാം, എനിക്ക് പോലും തോന്നാം ഇത് എന്തുകൊണ്ട് ഇത്രയും ദൂരം അവിടെ സംഭവിച്ചു അത് തെറ്റാണ് എങ്കിൽ പോലും അയ്യോ തെറ്റ് പറ്റിപ്പോയി എന്നുള്ള രീതിയിൽ ഇവന് ഒരു സാധാരണഗതിയിൽ യാതൊരു പ്രശ്നമില്ലാത്ത ഒരാളാണെങ്കിൽ തോന്നുമല്ലോ ഞാൻ ചെയ്തത് തെറ്റായി പോയി. അങ്ങനെ യാതൊരു കുറ്റബോധവും അഫാനിൽ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു അഫാൻ എന്തോ മറക്കുന്നുണ്ട്. എന്താണ്? അതുകൊണ്ടാണ് ആദ്യം പറയുന്നു മനഃപൂർവ്വം ചെയ്തതാണെന്ന്, പിന്നെ പറയുന്നു അച്ഛൻ ജയിലിലാകുമെന്നൊക്കെ ഭയന്നുകൊണ്ട് ചെയ്താണ്. അപ്പം മൊത്തത്തിൽ അഫാൻ പറയുന്നതിൽ ഒരു സംശയമുണ്ട്. ഈ ലഹരിയുടെ കാര്യമാണെങ്കിൽ നാട്ടിലെ യാതൊരുവിധ ഫ്രണ്ട്സും ഈ അഫാൻ ഇല്ല. അഫാൻ ആകെയുള്ള ഫ്രണ്ട് എന്ന് പറയുന്നത് അഫാൻ തന്നെ കൊലപ്പെടുത്തിയിട്ടുള്ള അഫാന്റെ സഹോദരനാണ്. അപ്പം അതെ, പെൺസുഹൃത്ത് സത്യത്തിൽ പെട്ടുപോയതാണെന്ന് പറയും. ഒരുപക്ഷെ പെൺസുഹൃത്തിനെ ആ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത് കൊണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ ഇത്തരത്തിൽ സ്വന്തം അമ്മയെയും സഹോദരനെയും കൊല്ലാൻ ഒരാള് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാരെയും ആക്രമിച്ചേക്കാം. അപ്പൊ സത്യം പറയുകയാണെങ്കിൽ അഫാന്റെ കയ്യിൽ നിന്ന് അവർക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴും എന്താണ് എന്നത് വ്യക്തമല്ല. അഫാന്റെ ഉമ്മ മകനെ വിട്ടുകൊടുക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. ഇത്ര പേര് മേ ബി അറിഞ്ഞു കാണില്ല. അപ്പൊ അനിയനൊക്കെ കൊലപ്പെടുത്തിയെന്ന് അറിഞ്ഞു കാണില്ല. എങ്കിൽ പോലും എന്ത് പറ്റിയെന്ന് വെച്ചിരിക്കുമ്പോ ഞാൻ വീണു തലയ്ക്ക് അടിച്ചു അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് ഉമ്മ പ്രതികരിക്കുന്നത് എന്നുള്ളൊരു റിപ്പോർട്ടൊക്കെ പുറത്തു വരുന്നുണ്ട്. അതായത് മരണക്കിടക്കയിൽ പോലും മകനെ വിട്ടുകൊടുക്കാത്ത ഒരു അമ്മയാണ്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ അഫാന് മാത്രമേ അറിയുള്ളൂ. തീർച്ചയായിട്ടും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ അഫാൻ എന്തോ മറയ്ക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സത്യത്തിൽ ഈ വലിയ വലിയ വീടുകൾക്കകത്ത്, അല്ലെങ്കിൽ ഓരോ വലിയ വീടെന്നല്ല ഓരോ കുഞ്ഞു വീടുകൾക്കകത്ത് പോലും നടക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. കാരണം അത്തരം ദുരന്തങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് അതിനകത്ത് വീടിനുള്ളിൽ ഇത്തരം സംഭവ വികാസങ്ങൾ നടന്നുവല്ലേ എന്ന് ഞെട്ടലോടുകൂടി തൊട്ടരികത്തുള്ള വീട്ടുകാർക്ക് പോലും അറിയുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. എന്തായാലും നമ്മുടെ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമെന്ന കാര്യത്തിലും സംശയമില്ല. നമസ്കാരം.